ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദ ഹോൾ ന്യൂ ജൂപ്പിറ്റർ 110 ആണ്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുമായിട്ട് ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ട്. ഈ സ്റ്റോറി നമ്മുടെ TVS ഈ വണ്ടിയുടെ ലോഞ്ച് ഇവന്റ് ഷെയർ ചെയ്തതാണ്. അതായത് 2013 ഈ വണ്ടി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 2015 അമിതാഭ് ബച്ചൻ ഈ വണ്ടിയുടെ ബ്രാൻഡ് അംബാസഡറായി വരികയും അതിനുശേഷം അഡ്വർടൈസ്മെന്റുകളിൽ അമിതാഭ് ബച്ചൻ ഈ വണ്ടി ഓടിക്കുന്നതായി കണ്ട് ആളുകൾ TVSന്റെ ഷോറൂമിൽ അമിതാഭ് ബച്ചൻ ഓടിച്ച സ്കൂട്ടർ ഏത് എന്ന് പറഞ്ഞ് തിരക്കി വന്നതായിട്ടൊരു ഫണ്ണി ഇവന്റ് നടന്നിട്ടുണ്ട്. നമുക്കിനി എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ തുറക്കാം. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 2 മിറേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് പിയാനോ ബ്ലാക്കിലുള്ള നമ്മുടെ വൈസർ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതേ തന്നെ സ്മാർട്ട് എക്സ് കണക്ട് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അത് LED യൂണിറ്റ്സ് ആണ് നമ്മുടെ വണ്ടിക്ക് വരുന്നത്. പിന്നെ നമുക്കിവിടെ TVSന്റെ ചാടുന്ന കുതിര കാണാൻ പറ്റുന്നുണ്ട്. നമ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് കാണാൻ പറ്റും. പിന്നെ ഇൻഫിനിറ്റി DRL ബൾബ് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും ഇൻറ്റിഗ്രേറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മിഡിൽ വേരിയന്റിലും ടോപ്പ് വേരിയന്റിലും മാത്രമേ നമുക്ക് ഈ DRL വരുന്നുള്ളൂ. ബാക്കിയുള്ള സാധാ ബൾബ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി വണ്ടിയുടെ താഴത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റൽ ഫെൻഡർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫൈബർ പാർട്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് നോർമൽ സസ്പെൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേക്ക് വരുന്ന 220 mm ഡിസ്പ്ലേക്കാണ്. ഇത് ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ടാണ് ഇതിന് ഡിസ്പ്ലേക്ക് കൊടുത്തേക്കുന്നത്. ബാക്കി 2 വേരിയന്റിലും നമുക്ക് ഡ്രം ആണ് വരുന്നത്. പക്ഷേ കോമി ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ടയറിന്റെ സൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ 90-90-12 TVSന്റെ ഓൺ ടയർസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതും ട്യൂബ്ലെസ് ആണ്. ഇനി നമ്മൾ വണ്ടിയുടെ സൈഡത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്കിവിടെ TVS ഐഗോ അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ അത്യാവശ്യം ഒരു ഗ്യാസ് ഊറ്റിയൊക്കെ കയറുന്ന രീതിയിലുള്ള ഒരു ഫ്ലോർ ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫുഡ് റെസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ജൂപ്പിറ്റർ എന്നുള്ള എഴുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ക്രോം ഫിനിഷിംഗ് കൊടുത്തേക്കുന്ന സൈലൻസർ ഗാർഡും സൈലൻസറും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തുമാത്രം ഇടയുണ്ടെന്ന്. നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ചെരിച്ചൊരു ഗ്യാസ് ഊറ്റി വെച്ചുകൊണ്ട് പോകാവുന്നതാണ്. പക്ഷേ നിയമപരമായിട്ട് അത് ചെയ്യുന്ന തെറ്റാണ്. MVD വല്ലതും കണ്ടാൽ നിങ്ങൾക്ക് പെറ്റിയടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഫ്യൂൽ ടാങ്ക് ഇതിന്റെ അടിയിലൂടെയാണ്. അതുകൊണ്ട് സ്പെഷ്യൽ കെയറോട് മാത്രമേ ഇത് കൊണ്ടുപോകുള്ളൂ. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേ തന്നെ TVS എന്ന എഴുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഇൻഫിനിറ്റി ടെയിലാം യൂണിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സൂപ്പർ ബൈക്ക് 650R കണ്ടേക്കുന്ന പോലെ തന്നെ എമർജൻസി ബ്രേക്കിങ്ങിൽ ഇത് നമുക്ക് എമർജൻസി ലൈറ്റ്സ് ആയിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് തെളിയുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ വണ്ടിയുടെ താഴത്തെ വിശേഷങ്ങളിൽ കിടക്കുകയാണ്. നമുക്കിവിടെ നമ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെള്ള കയറിക്കാനുള്ള എക്സ്റ്റൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ ജൂപ്പിറ്റർ കണ്ട അതേ രീതിയിലുള്ള സൈലൻസർ തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ടയർ സൈസ് വന്നാൽ ഫ്രണ്ടിലത്തെ അതേ ടയർ സൈസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതേ തന്നെ TVSന്റെ ഓൺ ടയർസ് തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. 130 mm ഡ്രം ബ്രേക്ക് ആണ് വിത്ത് കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ സീറ്റിംഗിലേക്ക് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീളമുള്ള 756 mm നീളമുള്ള സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല വെൽ കുഷൻഡ് ആയിട്ടുള്ള ഒരു 3 പേർക്ക് സുഖമായിട്ട് വണ്ടി ഇരുന്ന് പോകാനാണ്. പിന്നെ നമുക്കിവിടെ ജൂപ്പിറ്ററിന്റെ ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ തന്നെ അത്യാവശ്യം നല്ല ടെക്സ്റ്റഡ് ഫിനിഷും നമുക്ക് TVSന്റെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ സ്റ്റോറേജും വണ്ടിയുടെ സ്വിച്ചസിന്റെ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. വണ്ടിയുടെ സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു മൾട്ടി ഫംഗ്ഷൻ സ്വിച്ച് തന്നെയാണ് ഡിക്കി തുറക്കാനും നമ്മുടെ സീറ്റ് തുറക്കാനൊക്കെ ഫ്യൂലിങ്ങിനും കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഇവിടെ നമുക്ക് USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ കയറുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള സ്വിച്ചസിന്റെ വിശേഷങ്ങളൊക്കെ എടുക്കണം. നമുക്കിവിടെ ഡിമ്മും ബ്രൈറ്റും പാസ് സ്വിച്ചുകൂടെ ഇൻഡിക്കേറ്റ് ആയിട്ടുള്ള സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഹസാർഡ് ലൈറ്റിന്റെ സ്വിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹോൺ സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഓട്ടോ സ്റ്റാർട്ട് ഓഫിന്റെ സ്വിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വോയിസ് അസിസ്റ്റും നമ്മുടെ ഇഗ്നിഷന്റെ സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ബോക്സ് ടൈപ്പിലുള്ള മീറ്ററാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ അത്യാവശ്യം വേണ്ട വാണിംഗ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്യൂവലിന്റെ വാണിംഗ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്. റേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പീഡ് കാണാൻ പറ്റുന്നുണ്ട്. എക്കോ മോഡും നമ്മുടെ നോർമൽ മോഡും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ റിയൽ ടൈം എക്കോ മൈലേജ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൈം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ അത്യാവശ്യം ബേസിക് ഇൻഡിക്കേറ്ററിന്റെ നമ്മുടെ ഡിമ്മിന്റെ ബ്രൈറ്റിന്റെ പിന്നെ നമ്മുടെ FIയുടെ വാണിംഗ് പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷന്റെ വാണിംഗ് അങ്ങനെ എല്ലാ വാണിംഗ്സും നമുക്ക് ഈ മീറ്റർ കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ട് നമുക്ക് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് TVSന്റെ ആപ്പുമായിട്ട് കണക്ട് ചെയ്തെല്ലാം നമുക്ക് മൊബൈലിലും കിട്ടുന്നതാണ്. ഇനി ഈ വണ്ടിയുടെ ഫ്യൂവലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഫ്യൂവലിംഗ് നമുക്ക് 125 കണ്ട പോലെ ഇതിന്റെ അടിയിൽ തന്നെയാണ് ഫ്യൂൽ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഇവിടുത്തെ ലിഡിലാണ്. ഇത് നമ്മൾ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് തിരിക്കുന്നതനുസരിച്ച് ഫ്യൂവൽ ലിഡ് ഓൺ ആയി വരും. ഇതിലേക്കൂടെയാണ് ഫ്യൂവലിംഗ് കൊടുത്തേക്കുന്നത്.
പിന്നെ കമ്പനി ഈ വണ്ടിക്ക് പറഞ്ഞേക്കുന്ന റിയൽ ടൈം മൈലേജ് എന്ന് വെച്ചാൽ 70+ ആണ്. പക്ഷെ നമുക്കൊരു ആവറേജ് എങ്ങനെ പോലും ഒരു 65 എന്തായാലും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ വണ്ടിയുടെ അണ്ടർ സ്റ്റോറേജ് സ്പേസ് എങ്ങനെ നോക്കാം. അതും ഈ മൾട്ടി ഫംഗ്ഷൻ ഗിയർ തന്നെയാണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിക്കുമ്പോൾ നമുക്ക് സീറ്റ് ഓണായി വരും. സീറ്റിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. 33 ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 ഹെൽമെറ്റ് ഇതിൻ്റെ അകത്ത് ചേരുമെന്നാണ് TVS ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് നേരത്തെ ഉള്ള പോലെ തന്നെ ലൈറ്റ്സോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു ഇലിമിനേഷൻ എന്തെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാമെന്നായിരുന്നു രാത്രിയിൽ നമുക്കിത് കാണാനായിട്ട്. ഇനി നമ്മൾ വണ്ടിയുടെ എഞ്ചിന്റെ സൈഡിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതൊരു 113 cc പുതിയ എഞ്ചിനാണ് TVS ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. നേരത്തെ ഉള്ള ജൂപ്പിറ്ററിൽ 110 ആയിരുന്നെങ്കിൽ ഇതിൽ 113 ആണ്. പക്ഷേ 110 എന്നാണ് വണ്ടിക്ക് പേര് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിക്ക് ഒരു ടോർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. അതായത് ഇതൊരു സെമി ഹൈബ്രിഡ് വണ്ടിയും കൂടിയാണ്. ഇതിനൊരു മൈക്രോ ഹൈബ്രിഡ് ടെക്നോളജി ഈ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വണ്ടിയുടെ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം പവർ ഫിഗർ എന്ന് വെച്ചാൽ 8 PS പവർ അറ്റ് 6500 RPM, അതുപോലെ തന്നെ 9.2 Nm ടോർക്ക് അറ്റ് 5000 RPM വിത്തൗട്ട് ടോർക്ക് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ വിത്ത് ടോർക്ക് സപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്ന മാക്സിമം പവർ ഫിഗർ എന്ന് വെച്ചാൽ 9.8 Nm ആണ്. ഇനി നമുക്ക് എല്ലാ വീഡിയോയിലെ പോലെ ഈ വണ്ടിയുടെ സൗണ്ട് എങ്ങോട്ടൊന്ന് കേട്ട് നോക്കാം. ഇതിപ്പോൾ സ്റ്റാർട്ട് ആയപ്പോൾ യാതൊരു സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. സൈലൻസിന്റെ സൗണ്ട് ഇങ്ങനെയാണ്. ഇനി ഈ വണ്ടിക്ക് ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫീച്ചറാണ് ഇതിന്റെ ഫോളോ മീ ഹോം ലൈറ്റ്. അതായത് നമ്മൾ ഈ വണ്ടി ഓഫ് ചെയ്തിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കാറിലൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് നേരത്തെ ഇതിന്റെ ഹെഡ് ലാമ്പ് നമ്മുടെ വഴി തെളിച്ച് തരുന്ന ഒരു ഫീച്ചറുണ്ട്. പിന്നെ നമ്മുടെ ഈ കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇൻഡിക്കേറ്റർ യൂണിറ്റ്സും ടെയിൽ ലാമ്പ് യൂണിറ്റ്സും ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്. പിന്നെ നമുക്ക് TVS കണ്ടിട്ടുള്ള പോലെ തന്നെ സൈഡ്സ് ആൻഡ് കട്ട് ഓഫ് വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്റ്റഡ് മീറ്റർ ആണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് പല ഫീച്ചേഴ്സും കൊടുക്കുന്ന ഒരു വണ്ടിയാണിത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് TVS ജൂപ്പിറ്റർ വണ്ടിന്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. കോട്ടയത്ത് ഈ വണ്ടിയുടെ ഓതറൈസ്ഡ് ഡീലർ വന്ന കോട്ടയം TVS ആണ്. അവരാണ് നമുക്ക് ഈ വണ്ടി ഇന്ന് തന്ന് സഹായിച്ചത്. അവരോട് ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. പിന്നെ കോട്ടയത്ത് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.8 lakh ആണ്. എൻഡ് ചെയ്യുന്നത് 1.15 lakhs നിങ്ങൾക്ക് എന്തെങ്കിലും സെയിൽസോ എൻക്വയറി ഉണ്ടെങ്കിൽ കോട്ടയം TVSനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കമന്റ് ചെയ്തേക്കാം. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.